പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ച് ഇരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവനെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായി ഇരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് പ്രധാനമായും 2 മനോഭാവങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ശിമയോൻ ഇവിടെ രക്ഷയ്ക്കായി കാത്തിരുന്നവരിൽ ഒരുവനാണ്. പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെയുള്ള അവൻ്റെ ദീർഘനാളത്തെ ആഗ്രഹത്തിന് സ്വർഗം ഉത്തരം നൽകുകയാണ്. കർത്താവേ, ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് ശിമയോൻ പറയുന്നത് അവൻ്റെ ജീവിതം സഫലമായെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തിരിച്ചറിവാണ് നമുക്കോരോരുത്തർക്കും വേണ്ടത്. ഏറ്റവും വലിയ നേട്ടം എൻ്റെ തമ്പുരാനെ നേടുന്നത് എന്നതാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം ഈ സത്യത്തെ മറന്ന് മറ്റ് പല നേട്ടങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പിറകെ പോകുമ്പോൾ എല്ലാറ്റിൻ്റെയും സ്രോതസ്സായ തമ്പുരാനെ സ്വന്തമാക്കാൻ തിരിച്ചറിയാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം സ്വയം ധ്യാനിക്കേണ്ടതാണ്. രണ്ടാമതായി നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് കാണുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ മനോഭാവമാണ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്ന് ശിമയോൻ്റെ വാക്കുകൾ മറിയത്തെ വീണ്ടും സഹനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ അമ്മയാകട്ടെ ഇതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ജീവിതത്തിലെ വേദനകളോടും സഹനങ്ങളോടും നമ്മുടെ സമീപനം എന്താണ്? മറിയത്തെ പോലെ അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. കുരിശുമരണത്തിനപ്പുറം മഹത്വത്തിൻ്റെ ഒരു ഉയർപ്പ് ഉണ്ട് എന്ന് ഉള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ശിമയോൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഈ മനോഭാവങ്ങളെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്ഥാനം എന്താണ്? എൻ്റെ എല്ലാ പ്ലാനുകൾക്കും ഫലം കാണാൻ ഞാൻ ശ്രമിക്കുമ്പോൾ മാറ്റിവെക്കുന്നത് എൻ്റെ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും ആണോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നൊമ്പരത്തിൻ്റെയും വേദനകളുടെയും അവസരത്തിൽ എൻ്റെ മനോഭാവം എന്താണ് എന്ന് നാം കൂടുതൽ ധ്യാനിക്കേണ്ടതാണ്. ഇവയെ ആഴത്തിൽ ചിന്തിച്ച് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതൽ അർത്ഥങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.